ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ സച്ചി പൂസായിട്ടിരിക്കുന്ന, അതായത് മദ്യപിച്ച് ലെവലും ലക്കും ഇല്ലാതിരിക്കുന്നതാണ് നമ്മള് ലാസ്റ്റ് സീനായിട്ട് കണ്ടത്. ഏതായാലും മദ്യപിച്ചപ്പം മുഴുവൻ നമ്മുടെ രേവതിനെ കുറിച്ചാണ് ചിന്ത പുള്ളിക്കാരന്. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ രേവതിനെ അങ്ങോട്ട് അമ്പാടെ വെറുത്തിട്ടൊന്നുമില്ല സച്ചി. അങ്ങനെ രേവതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വിഷമം വരികയാണ്, സങ്കടം വരികയാണ്. നീ അവളെക്കുറിച്ച് എന്നോട് സംസാരിക്കരുതെന്ന് കൂട്ടുകാരനോട് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ സച്ചിക്ക് വല്ലാത്ത വേദന. സച്ചി ആണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായി പോയോ, ചെയ്യണ്ടായിരുന്നോ, അവളോട് ചെയ്തത് കുറച്ച് ക്രൂരമായി പോയി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക. സത്യത്തില് ഇതൊക്കെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ, അതായത് ഈ ഒരു മദ്യമൊക്കെ അകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, മനസ്സിലെ വിഷമങ്ങളെല്ലാം പുറത്തു വരും എന്നൊക്കെ പറയുമല്ലേ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ സച്ചിക്കുള്ളത്. അപ്പൊ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞല്ല, ഇത് നിനക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ അവളെ അത്രയൊക്കെ പറഞ്ഞത്? അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ ഭാര്യയല്ലായിരുന്നോ? ആ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതൊന്നും പറയത്തില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ സച്ചി മദ്യപിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, മതി നിർത്ത്, ഏതായാലും ഇവിടം കൊണ്ട് നീ സ്റ്റോപ്പ് ചെയ്തോ, ഇനി കൂടുതൽ കുടിക്കുമെന്ന് വേണ്ട, മതി, നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞിട്ട് നേരെ ഇറക്കിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നേരെ കാറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് പിന്നെ സമാധാനമില്ല. രേവതി 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 ഇത് മാത്രമേ സച്ചി പറയുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഒരു ഡൗട്ട്. സച്ചി പറഞ്ഞു, അല്ല, എനിക്കൊരു സംശയം, ഇനിയിപ്പം ഞാൻ അത്രയൊക്കെ പറഞ്ഞപ്പം അവള് വീട്ടിൽ ചെന്ന് കാണുമോ, അതോ ഇനി വേറെ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി കാണുമോ, അതോ ഇനിയിപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല. നീ അതുപോലെയുള്ള സംസാരമല്ലേ അവളോട് സംസാരിച്ചത്, പോയി ചത്തോന്നൊക്കെ പറഞ്ഞപ്പം ഇനിയിപ്പം അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് വല്ല കടുങ്കയും ചെയ്തു കഴിഞ്ഞാല്, അയ്യോ എടാ അങ്ങനെ ചെയ്തു കാണുവോടാ, എടാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അയ്യോ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പിന്നെ നീ എന്തിനാടാ ഇതൊക്കെ പറഞ്ഞത്? അതെ, വായിക്ക് വരുന്ന ഒന്നും അങ്ങനെ വിളിച്ചു പറയരുത്. നമ്മള് പുറത്തു വിടുന്ന വാക്കും അതുപോലെ തന്നെ എറിയുന്ന കല്ലും ഒരുപോലെയാണെന്ന് നീ കേട്ടിട്ടില്ലേ? അതുകൊണ്ടേ നീ ഒരു കാര്യം ചെയ്യണം, നിന്നെ തന്നെ കുറച്ച് നീ നിയന്ത്രിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറം സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതെ, നമുക്കിപ്പം ഒരു സ്ഥലം വരെ പോകണം, നീ വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, എങ്ങോട്ടാ ഈ പാതിരാത്രി നീ പോകുന്നത്? അത് നീ വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ നേരെ വണ്ടി കയറി ലക്കും ലെവലും ഇല്ലാതെയാണ് പോകുന്നത്. പക്ഷെ ഇവരല്ല വണ്ടി ഓടിക്കണത്, വേറെ ആരാണ്ടാണ് കേട്ടോ വണ്ടി ഓടിക്കണത്. അതായത് ഏതോ ഒരു ടാക്സി ഡ്രൈവറാണ്, വേറെ ഒരാളാണ് വണ്ടി ഓടിക്കണത്. അങ്ങനെ ഇവർ കയറിപ്പോയി. അങ്ങനെ രേവതിയുടെ വീടിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, നിക്ക് മതി, ഒരു കാര്യം ചെയ്യണം, ഞാനല്ല രേവതിയുടെ വീട്ടിൽ പോകാൻ പോകുന്നത്, നീയാ രേവതിയുടെ വീട്ടിൽ പോകാൻ പോകുന്നത്. നീ രേവതിയുടെ വീട്ടിൽ പോയിട്ട് അവൾ അവിടെ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പോയിട്ട് അവളുണ്ടോന്ന് എങ്ങനെയാ നോക്കണത്? അയ്യേ, അതിപ്പോ ആദ്യരാത്രി അത് മോശമായ കാര്യമല്ലേടാ സച്ചി എന്ന് പറഞ്ഞപ്പം, അല്ല, നീ പറയണം സച്ചി ഇവിടെ വന്നോ, സച്ചിനെ കണ്ടില്ലെന്ന്. അപ്പൊ അവിടെ രേവതി ഉണ്ടോ ഇല്ലോ എന്ന് നിനക്ക് അറിയാനായിട്ട് സാധിക്കൂലോ. ഓഹോ, ഭയങ്കര ഐഡിയ ആണല്ലോടാ നിനക്ക്. ഏതായാലും ഭാര്യനെ കുറിച്ച് ഓർത്ത് നിനക്ക് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അത് പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മനസ്സിലായി, ഞാൻ പോയി നോക്കാന്നും പറഞ്ഞ് നേരെ കൂട്ടുകാരൻ രേവതിയുടെ ഒക്കെ എടുത്ത് ചെല്ലാണ് കേട്ടോ. ഏതായാലും രേവതിയുടെ ഒക്കെ എടുത്ത് ചെന്നു. വാതിലിൽ ഇങ്ങനെ ഡോറിൽ ഇങ്ങനെ മുട്ടി. അപ്പൊ ഇവര് കിടക്കാറായ ഒരു സമയത്താണ് ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ ശരത്ത് വന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്കും നല്ല പൂസായിട്ടാട്ടോ നിൽക്കുന്നത്, ഒട്ടും വെളിവും ലക്കും ഇല്ല. അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ, സച്ചി ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. സച്ചി ഉണ്ടോന്നോ? ഏത് സച്ചി? അല്ല, ഇവിടുത്തെ രേവതിയുടെ ഭർത്താവ് സച്ചി. അല്ല, താനാരാ? അപ്പോഴത്തേക്ക് രേവതിനെ തന്നെ ശരത്ത് വിളിച്ചു കേട്ടോ. രേവതി ചേച്ചി ഇങ്ങ് വന്നേ, ദേ സച്ചേട്ടന്റെ കൂട്ടുകാരനാന്നും പറഞ്ഞ് ആരോ വന്നേക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രേവതി വന്നു. അപ്പൊ രേവതിക്ക് ഇയാളെ കണ്ടാൽ മനസ്സിലാവൂല്ലോ, കാരണം രേവതിക്ക് അറിയാലോ. അപ്പൊ രേവതി പറഞ്ഞു, അല്ല, എന്താ ഇവിടെ നിങ്ങള്? അല്ല, സച്ചി ഇവിടെ വന്നോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാന്ന് പറഞ്ഞു. സച്ചിയേട്ടൻ വന്നു. എന്താ? സച്ചി വന്നോ? അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അതെ, സച്ചേട്ടൻ ഇവിടെയുണ്ട്. സച്ചേട്ടനെ ഉറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലൊരു കൂട്ടുകാരനുണ്ട്, അവനെ എന്നെ കുടിപ്പിച്ച് വഷളാക്കുന്നതെന്നൊക്കെ. എന്താ, ഞാനിപ്പം വിളിച്ചെണീപ്പിക്കണോ? അപ്പൊ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? അല്ല, അപ്പൊ അവൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. എന്താ, വിളിക്കണമെന്നല്ല ഞാൻ ചോദിച്ചതെന്ന് ചോദിച്ചു. വേണ്ട, ഏതായാലും ഞാൻ പോകുക എന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്,
ഈ കുടിച്ച് ലെവലില്ലാതെ സംസാരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, നാക്കൊക്കെ കുഴഞ്ഞ്, ആ ഒരു രീതിയിലാട്ടോ കൂട്ടുകാരൻ സംസാരിക്കുന്നത്, സച്ചി സംസാരിക്കുന്നത്. അങ്ങനെ കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ അമ്മ ചോദിച്ചു, ഇത് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിന്റെ കെട്ടിയോൻ ഇവിടെ ഇല്ലല്ലോ, പിന്നെന്തിനാ നീ ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി, വേറെ ഒന്നുമല്ല, സച്ചേട്ടൻ തന്നെ അയാളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഞാനിവിടെ വന്നോ ഇല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിന്നോട് അവന് സ്നേഹം ഉണ്ടല്ലോ ഡി, അപ്പൊ പിന്നെ നിനക്ക് ഇവരുടെ കൂടെ അങ്ങ് പോകത്തില്ലായിരുന്നോ? ദേ അമ്മേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, എന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, സ്നേഹം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി എപ്പം ഞാൻ കൂടണം എപ്പം മിണ്ടണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, അല്ലാതെ ഇനിയിപ്പം അയാളല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം ദേ ഒരു പ്രശ്നത്തിന്റെ മേലെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി വെക്കുകയാണോ രേവതി നീയും? ഇതൊരു പ്രശ്നത്തിന്റെ മേൽ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതല്ല. അമ്മയുടെ കാര്യം നോക്ക്, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അമ്മയെ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, മിണ്ടാതെ പോയി കിടക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയാണ്. അപ്പൊ സച്ചിയുടെ കൂട്ടുകാരൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇതൊക്കെ കേട്ടിട്ട്, അതായത് ഫുള്ള് കാര്യങ്ങളൊന്നും അവിടെ നടന്ന് പറയുന്നില്ല, രേവതി അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രനെയും രവീന്ദ്രനെയും സുധീനെയും ശ്രുതിനെയൊക്കെ തന്നെയാണ്. ഏതായാലും ചന്ദ്രയും സുധിയും ശ്രുതിയൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. അപ്പോഴത്തേക്ക് രവീനെ വിളിക്കാൻ വേണ്ടി ചന്ദ്ര വന്നു. ചന്ദ്ര വന്നപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഇല്ല ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം, അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ കാത്തിരുന്ന ഇനിയിപ്പോ അവൻ എപ്പോ വരും ഓർത്താ, നിങ്ങൾ വന്ന് കഴിക്ക്, വെറുതെ ശരീരം എന്തിനാ അഴുക്കാക്കണത്, സമയത്ത് ആഹാരം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് രവിയേട്ടാന്ന് പറഞ്ഞപ്പോ നിന്നോടല്ലേ പോയി കഴിച്ചോളാം പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയാണ്. കഴിച്ചോണ്ടൊക്കെ ഇരുന്ന് അവര് കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത്. ഏതായാലും സച്ചി വന്നിട്ട് എന്താ ചെയ്തത്, സച്ചി 4 കാലിലാണല്ലോ വരുന്നത്. ഇപ്പൊ ഈ 4 കാലിൽ വരുന്ന കണ്ടപ്പോ തന്നെ കലി വന്നു നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങേർക്ക് എന്നാത്തിനാ ഇന്നും ഇങ്ങേര് കുടിച്ചിട്ട് വരുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ പുറപുറത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഓഹോ ഇന്നും അപ്പൊ അവന് വെളിവില്ല, വെളിവ് കാണത്തില്ല, ലേശ വെളിവ് കാണത്തില്ല, അവന്റെ ഭാര്യയില്ലല്ലോ ഇവിടെ, അപ്പൊ പിന്നെ അവൻ വെളിവ് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാടാ സച്ചി നീ കുടിച്ചത്? അത് പിന്നെ അച്ഛാ ഞാൻ എങ്ങനെ കുടിക്കാതിരിക്കും, എനിക്ക് അത്രമാത്രം സങ്കടങ്ങളല്ലേ കിടക്കുന്നത്. ഞാനേ ഇന്നേ അവനെ കണ്ടായിരുന്നു, വൃത്തികെട്ടവനില്ലേ അവൻ, കുടുംബദ്രോഹി, നമ്മുടെ ശ്രീകാന്ത്, നമ്മുടെ അല്ല, അവനെ ഇപ്പം മറ്റവളുടെ ശ്രീകാന്ത്, അവനിട്ട് ഞാൻ പോതിനും കൊടുത്തെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാ നീ അടിക്കാനൊക്കെ പോയത്? പിന്നെ അടിക്കല്ലാതെ ഞാൻ മാലയിട്ട് അവനെ സ്വീകരിക്കണോ? നല്ലത് ഞാൻ ചതച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ രേവതി എന്നെ കാണാൻ വന്നു, അവക്ക് ഞാൻ കൊടുത്തു. എന്തിനാടാ മോനെ നീ അവളെ അങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എന്ത് തെറ്റാ ചെയ്തതാ? അച്ഛാ അവള് തെറ്റൊന്നും ചെയ്തില്ലേ? അച്ഛാ മിണ്ടരുത്, അച്ഛൻ എന്നോട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ച് അതും ഇതുമൊക്കെ പറയുന്നു. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ കള്ളു കുടിച്ചിട്ട് ഈ നേര സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന, കള്ളു കുടിച്ച് ഈ വീട്ടിലേക്ക് വരാതിരിക്കത്തില്ലെന്ന് ചോദിച്ചപ്പോൾ, ഓഹോ എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് വരൂടി, ഞാൻ അതന്വേഷിക്കാൻ നീ ആരാടിന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഈ വീട്ടില് നിങ്ങൾ മാത്രമല്ല ഞങ്ങളൊക്കെ ഉള്ളതാ, അപ്പൊ ഞങ്ങളുടെയും കൂടെ ഇത് നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നീ കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പെട്ടെന്ന് രേവതിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിടുകയാണ്. അപ്പൊ രേവതിയുടെ കാര്യം പറയുന്നത് നമ്മുടെ സച്ചിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ സച്ചി എന്ത് വേണമെങ്കിലും പറയും, പക്ഷെ രേവതിയുടെ കാര്യം നമ്മുടെ സച്ചിക്ക് മാത്രം പറയാൻ അവകാശപ്പെട്ടതാണ്. ചന്ദ്ര എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി അതിൽ കയറി ഇടപെട്ടു. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, എന്തൊക്കെ പറഞ്ഞാലും അവളൊരു പാവമാണെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ അവളുണ്ടല്ലോ വെറും കള്ളിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി എന്താ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. അടിക്കാൻ വേണ്ടി ചെല്ലുന്നു, നമ്മുടെ ശ്രുതി ഇടയ്ക്ക് കയറി നിൽക്കുന്നു. ശ്രുതിനെ അടിക്കാൻ വേണ്ടിയാ ചെല്ലുന്നത്. അപ്പം ശ്രുതി ഇടയ്ക്ക് കയറി നിൽക്കുന്നു. അതിനിടയിൽ ശ്രുതി എന്തോ പറഞ്ഞു, എന്തോ കള്ളി എന്നങ്ങാണ്ട് നമ്മുടെ രേവതിനെ വിളിച്ചു. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അവളെ കെട്ടാത്ത എൻ്റെ ഭാഗ്യവാ, അവളെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് തീരെ പിടിച്ചില്ല. സച്ചി ഒരു പൊട്ടീര് അങ്ങ് വെച്ച് കൊടുക്കുക ശ്രുതിക്ക് പൊട്ടീര് വെച്ച് കൊടുത്തതും അവിടെ വലിയൊരു പ്രശ്നമാവുന്നു. ശ്രുതി കയറി ഇടപെടുന്നു. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് രവീന്ദ്രന് തല കറങ്ങി അങ്ങ് വീഴുകയാണ് കേട്ടോ. ചങ്കത്ത് ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. എന്തോ ചെറിയൊരു അറ്റാക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും ചെറിയൊരു അറ്റാക്ക് ഒന്നും അല്ല, പുള്ളിക്കാരൻ്റെ ബ്ലോക്കാണ്. അപ്പം അതൊക്കെ ഏതായാലും ഇനിയിപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിൽ ഫുള്ള് എങ്ങനെയാണെന്ന് അറിയാം. ഇനിയിപ്പോൾ ഇവിടെ വരെ എത്തുമെന്നും അറിയില്ല കേട്ടോ. നാളത്തെ നമ്മുടെ വിശേഷം കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക, നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമുക്ക് ഇപ്പം 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേര് ചിലവ് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു.
നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരെ, ഞാൻ ഇവിടെ വന്നാൽ ചെലവ് ചെയ്യാം. അല്ലാതെ എനിക്ക് നിങ്ങളെല്ലാം തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതിൽ നല്ലത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതെ എൻ്റെ വീട് കട്ടപ്പനയാണ്. നിങ്ങൾ കട്ടപ്പന ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതേ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനിവിടെ ഉണ്ടെന്ന്. എൻ്റെ ഏതെങ്കിലും വീഡിയോയിൽ കയറി കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട് എന്ന്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ദിവസം കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ധൈര്യമായിട്ട് പോകുന്നുള്ളൂ, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തന്നിരിക്കും കേട്ടോ. അപ്പം ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ കാരണമാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടാനൊക്കെ കാരണം. അപ്പം ഒത്തിരി നന്ദിയും സ്നേഹവും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നയനിയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ വിശേഷമാണ്. അപ്പം അതുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.